ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിന്റെ ബേസിക് സയൻസിലെ കെമിസ്ട്രി ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ 3 ഭാഗം ഫിസിക്സിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 4, 5, 6 അതാണ് കെമിസ്ട്രിയിൽ വരുന്നത്. 7, 8, 9 ബയോളജിയിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ 4th ചാപ്റ്റർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം. നമുക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? എന്താണ് നോക്ക്. കാൻഡിൽ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? എ കാൻഡിൽ ബേണിംഗ്, ഒരു മെഴുകുതിരി കത്തുന്നത് കാണുന്നുണ്ട്. പിന്നെ എന്തോന്നാണ്? ഫുഡ് ഈസ് കുക്ക്ഡ്, ആഹാരം പാകം ചെയ്യുന്നത് കാണുന്നുണ്ട്. പിന്നെ എന്തോ കാണുന്നുണ്ട് നോക്കൂ. പിന്നെ എന്തോന്നാണ്? പടക്കം പൊട്ടുന്നത് കാണുന്നുണ്ട്. പിന്നെ എന്തോന്നാണ്? കല്ല് കൊത്തി അതിൽ നിന്ന് സ്കൾപ്ചർ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ബനാന പഴുത്തിരിക്കുന്ന, ഇത്രയും ഈ പിക്ചറിൽ നമുക്ക് കാണാം. എന്തൊക്കെ കാര്യങ്ങൾ? 2 തന്നിട്ടുണ്ട്, ബാക്കി 2 നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് പിക്ചർ നോക്കിയിട്ട്. ദ സ്റ്റോൺ ഈസ് ഷേപ്ഡ് ഇൻ ടു സ്കൾപ്ചർ, ബനാന ഗെറ്റ്സ് റൈപ്പൻഡ്. കല്ല് കൊത്തി ശില്പമാക്കുന്നത് കാണാം. ബനാന, വാഴക്കുല പഴുത്തിരിക്കുന്നത് കാണാം. ഓക്കെ. സബ്സ്റ്റൻസസ് അണ്ടർഗോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഹിയർ, ഡോണ്ട് ദേ? അപ്പോൾ ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായി നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ദ സ്റ്റോൺ ഈസ് ഷേപ്ഡ് ഇൻ ടു സ്കൾപ്ചർ ആൻഡ് ബനാന ഗെറ്റ്സ് റൈപ്സ്ഡ്. കല്ല് കൊത്തി ശില്പമാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ? ആണോ? അല്ല. ആർ ദീസ് ചേഞ്ചസ് ഓഫ് ദ സെയിം കൈൻഡ്? നോ. One is man-made and other is natural. ഒന്നെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവുമാണ്, അല്ലെ? സ്കൾപ്ചർ ഉണ്ടാക്കുന്നത്, സ്റ്റോണിൽ നിന്ന് ഷേപ്പ് ചെയ്ത് സ്കൾപ്ചർ ഉണ്ടാക്കുന്നത് മനുഷ്യനിർമ്മിതം. വാഴക്കുല പഴുക്കുന്നതാണെങ്കിലോ അത് പ്രകൃതിദത്തം, നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇഫ് യു ലുക്ക് അറൌണ്ട് യു ക്യാൻ ഒബ്സർവ് സോ മെനി ചേഞ്ചസ്. അപ്പൊ നമ്മുടെ ചുറ്റും നോക്കിയാൽ ഇത് കണക്ക് ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ദീസ് ചേഞ്ചസ് മേ ലീഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ്. ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും, ഇല്ലേ? നോക്കാം. We can see so many substances around us which undergo various changes. You know that these substances are different forms of matter. അപ്പൊ എന്താണ്? നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾ സബ്സ്റ്റൻസസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട്? ആൾ സബ്സ്റ്റൻസസ് ഇൻ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഏതിനാൽ നിർമ്മിതമാണ്? ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം. ദ്രവ്യത്തിന്റെ സവിശേഷതകൾ. ലെറ്റ് us discuss the chemistry of changes of matter after understanding their general characteristics. ദ്രവ്യത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം എന്താണെന്ന് നോക്കാം. അപ്പൊ ദ്രവ്യത്തിന്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്. ലെറ്റ് us examine വൺ ബൈ വൺ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നോക്ക്. ഇവിടെ ഒരു ബീക്കറില് എന്താണ്? 2 ബീക്കറിലായിട്ട് നൂലില് കല്ല് കെട്ടി താഴ്ത്തുന്നതാണ്. നോക്ക്. ഡിപ്പ് എ സ്റ്റോൺ ഹാങ് ഓൺ ത്രെഡ് ഇൻ ടു എ ബീക്കർ വിത്ത് മാർക്കഡ് വാട്ടർ ലെവൽ. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ? നോക്ക്. ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക. ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും? ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യും, ഉയരും, അല്ലേ? എന്താണ്? വൈ ഡസ് ദ വാട്ടർ ലെവൽ റൈസ്? ജലനിരപ്പ് ഉയരാൻ എന്തായിരിക്കും കാരണം? എന്താണ്? ആ കല്ല് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്തെ വെള്ളം മുകളിലോട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിൽ ജലനിരപ്പിന് എന്ത് വ്യത്യാസം ഉണ്ടാകും? അതേ കണക്ക് ജലനിരപ്പ് കുറച്ചുകൂടെ ഉയരും, ഇല്ലേ? ബിഗർ സ്റ്റോൺ ആണെങ്കിൽ. വാട്ട് ഡിഫറൻസ് ഡു ഒബ്സർവ് ദ ബിഗർ സ്റ്റോൺ ഈസ് യൂസ്ഡ്? 2 കല്ലുകളുടെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ, എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഒന്നിന് ചെറിയ
തോതിലെ വെയിറ്റ് ഉണ്ടാവുള്ളൂ, ഒന്നിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന് സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത. അപ്പോൾ എന്താണ്, വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്. എന്താണ്, ദ്രവ്യത്തിന് ഇരിക്കാൻ സ്ഥലം വേണം. മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്. ഓക്കുപ്പൈസ് സ്പേസ്. ദ്രവ്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്തോന്നാണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഒന്നാമത്തെ സവിശേഷതയാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ ഫസ്റ്റില് ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്. ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. അപ്പൊ വോളിയം എന്ന് പറയുന്ന, വ്യാപ്തം എന്ന് പറയുന്നത് എന്തോന്നാണ്, ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പൊ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, വോളിയം എന്ന് പറഞ്ഞാൽ എന്തോആണ്, ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് വോളിയം. ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് വോളിയം. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നു. അപ്പൊ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ? ദ്രവ്യത്തിന്റെ പൊതു സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ എന്താണ്, പൊതു സവിശേഷതയില് ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്. വാട്ട് ഈസ് വോളിയം? ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ആർക്ക്? ദ്രവ്യത്തിന്റെ ഒരു സവിശേഷതയാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ എന്തോന്ന് പറയുന്നു, വ്യാപ്തം എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് കല്ലുകൾ നമ്മൾ രണ്ട് ത്രാസിലായിട്ട് ഇട്ട് നോക്കാനാണ്. വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ബോത്ത് ദ സ്റ്റോൺസ് യൂസിങ് എ ബാലൻസ്. വാട്ട് ഡിഫറൻസ്? ഒന്നിന് വെയിറ്റ് കൂടുതലായിരിക്കും, ഒന്നിന് കുറവായിരിക്കും, അല്ലെ? മാറ്റർ ഹാസ് മാസ്. ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് എന്തോന്നാണ്, മാറ്ററിന് മാസ് ഉണ്ടെന്നുള്ളത്. എന്താണ് മാസ്? എന്താണ് മാസ്? വെയിറ്റ് ബോത്ത് സ്റ്റോൺസ് യൂസിങ് ബാലൻസ്. എന്താണ്, മാറ്ററിന് എന്തുണ്ട്, മാസ് ഉണ്ട്. മാസ് ഈസ് ദ സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാസ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതായത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തു എടുത്താൽ അതിനൊരു ചെറിയ വെയിറ്റ് അതുപോലെ ഉണ്ടാവും, അങ്ങനെയുള്ളതിനാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മാറ്ററിന്റെ സവിശേഷത എന്ന് പറയുന്നത്? ഒന്നാമത്തെ നമ്മൾ പഠിച്ചായിരുന്നു, ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്. രണ്ടാമത്തത് മാസ്. ഓക്കെ, ക്ലിയർ ആയ? ഈസ് എയർ എ ഫോം ഓഫ് മാറ്റർ? എയർ ഒരു മാറ്റർ ആണോ? യെസ്, അല്ലേ? ഡസ് എയർ നീഡ് സ്പേസ് ടു ഓക്കുപ്പൈ? എയറിന് ഇരിക്കാൻ സ്ഥലം ആവശ്യമാണോ? അതെ. വായു ഒരു ദ്രവ്യമാണ്, അത് സ്ഥിതി ചെയ്യാൻ സ്ഥലം അതിന് ആവശ്യമാണ്. ഇതാ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ട. ഫിക്സ് എ ടവൽ ഇൻസൈഡ് എ ഗ്ലാസ് ആൻഡ് ഇമേഴ്സ് ഇറ്റ് upside down into the water taken in a beaker as shown in the figure. ഇതാ ഒരു ഗ്ലാസ്സിനകത്തോട്ട് എന്തോന്നാണ്, ഒരു ടവൽ വച്ചതിന് ശേഷം അതിനെ ഇതേണക്ക് വെള്ളത്തിലോട്ട് കമഴ്ത്തുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെള്ളം കയറുമോ? ഇല്ല. എന്താണ് കാരണം? അതിനകത്ത് വായു ഉള്ളത് കൊണ്ടാണ് അതിനകത്തോട്ട് വെള്ളം കയറാത്തത്. തിരിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ, നമ്മൾ കൈവിടുകയാണെങ്കിൽ അത് ചരിഞ്ഞ് അതിനകത്തോട്ട് വെള്ളം കയറും. അപ്പോഴത്തേക്ക് അതിലുള്ള വായു പുറത്തേക്ക് പോകും. Fix a towel inside a glass and immerse it down into the water taken in a beaker as shown in the figure. അതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ചെയ്യാനാണ്. അപ്പൊ ടവൽ നനയോ? ഇല്ല. Does the towel get wet? No. ക്ലാസ്സിനുള്ളിൽ ജലം കയറാത്തത് എന്തുകൊണ്ടാണ്? ക്ലാസ്സിനുള്ളിൽ എയർ ഉള്ളത് കൊണ്ടാണ്. Why doesn't water enters the glass? Inside എന്താണ്? എയർ. What happens to the water level in the beaker? ബീക്കറിലെ വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും? ജലനിരപ്പില് വ്യത്യാസം ഉണ്ടാവും. അതെന്തോന്നാണ്? വായുവിലെ വ്യത്യാസം വായുവിന്റെ വ്യാപ്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ്സ് ദ വോളിയം ഓഫ് എയർ, അല്ലെ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ എയർ ഹാസ് മാസ്? നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എയറിന് മാസ് ഉണ്ടെന്ന്? എങ്ങനെ മനസ്സിലാക്കാം? വായു നിറയ്ക്കാത്ത ഫുട്ബോളിന്റെ മാസും വായു നിറച്ച ഫുട്ബോളിന്റെ മാസും ഒന്ന് തന്നെ ആയിരിക്കുമോ? അല്ല, വ്യത്യാസം ഉണ്ടാവും, അല്ലേ? വായുവിനും മാസ് ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ,
അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും എന്തോന്ന് പറയാം, ദ്രവ്യം എന്ന് പറയാം. അപ്പൊ വാട്ട് ഈസ് മാറ്റർ? എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് മാറ്റർ. എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് മാസ് ഈസ് കാൾഡ് മാറ്റർ. മാറ്ററിന്റെ സവിശേഷതകളാണ് ഒന്ന് ഓക്കുപൈ സ്പേസ് ആൻഡ് മാസ്. ഓക്കെ, വാട്ട് ഈസ് മാറ്റർ? എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഈസ് കാൾഡ് മാറ്റർ. ഓക്കെ, അടുത്ത് നോക്കാം. മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ദ്രവ്യത്തിനെ നമുക്ക് ഏതൊക്കെ തിരിക്കാം? സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് ആയിട്ട് തിരിക്കാം, അല്ലെ? ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളിൽ നമുക്ക് തിരിക്കാം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. ദ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് പ്ലാസ്മ. ഇതിന്റെ 4ാമത്തെ സ്റ്റേറ്റിന് എന്തോന്ന് പറയും? 4ാമത്തെ അവസ്ഥയ്ക്ക് എന്തോന്ന് പറയും? പ്ലാസ്മ എന്ന് പറയും. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. The most abundant state of matter is in the universe is plasma. The stars and nebulae are in the form of plasma. പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ്. നക്ഷത്രങ്ങളും നെബുലകളും എല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത്. Scientists have discovered that matter exists in various other states at high and low temperature. ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടിച്ചേർന്നതാണ് പ്ലാസ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായി ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരുന്നതാണ് പ്ലാസ്മയായിട്ട് മാറുന്നത്. കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളിലും ദ്രവ്യമുള്ളതായി ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട്. ബോസ് പ്ലാസ്മ അവസ്ഥയിലുള്ളവയ്ക്ക് ഏതൊക്കെ ഉദാഹരണം? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, ഏതൊക്കെ എക്സാമ്പിൾസ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, 3 അല്ല 4 ആയിട്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഏതൊക്കെ പറയാം? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇനി നോക്കാം. മാറ്റർ എക്സിസ്റ്റ് മെയിൻലി ഇൻ 3 സ്റ്റേറ്റ്സ്. 3 സ്റ്റേറ്റ്സിലുള്ള മാറ്ററിന് കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ വിത്ത് റെസ്പെക്ട് ടു 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പുട്ട് ടിക്ക് മാർക്ക് അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ അനുയോജ്യമായവ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ്, പിന്നെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിന്റെ ഓരോന്നിന്റെ സവിശേഷതകളാണ്. ആദ്യത്തേത് ഹാസ് ഡെഫിനിറ്റ് മാസ്. സോളിഡിനാണെങ്കിൽ ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഒരു നിശ്ചിത മാസ് ഉണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. ആർക്ക്? സോളിഡിന്. എന്നാൽ ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് നിശ്ചിത മാസ് ഉണ്ട്, നിശ്ചിത വ്യാപ്തം ഉണ്ട്. എന്നാൽ ആകൃതി ഉണ്ടോ? ലിക്വിഡിന് ആകൃതി ഉണ്ടോ? ഇല്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിന്റെ ആകൃതി ആയിരിക്കും അതിന് ഉണ്ടാവുക. അപ്പോൾ എന്താണ്? ലിക്വിഡിന് ഹാസ് ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം, ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഓക്കെ, ഗ്യാസിൽ വരുമ്പോഴത്തേക്ക് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയവും ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല ഗ്യാസിന്. വാതകത്തിന് നിശ്ചിത മാസം ഉണ്ട്, നിശ്ചിത വ്യാപ്തവും നിശ്ചിത ആകൃതിയും വാതകത്തിന് ഇല്ല. ഓക്കെ, മനസ്സിലായോ? 3 ആയിട്ട് തിരിച്ചിരിക്കുന്ന സോളിഡിനും ലിക്വിഡിനും ഗ്യാസില് സോളിഡിന് എന്ന് പറയുന്ന ഡെഫിനിറ്റ് മാസ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. എന്നാൽ ലിക്വിഡിന് ഡെഫിനിറ്റ് മാസും ഡെഫിനിറ്റ് വോളിയമേ ഉള്ളൂ, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഗ്യാസിൽ വരുമ്പോഴത്തേക്ക് ഡെഫിനിറ്റ് മാസ് മാത്രമേ ഉള്ളൂ, ഡെഫിനിറ്റ് വോളിയവും ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ഓക്കെ, അടുത്ത് നോക്ക്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. മാറ്റങ്ങൾ പലതരം. ഹീറ്റ് സം വാക്സ് ഇൻ എ സ്റ്റീൽ വെസൽ. വാട്ട് ഹാപ്പൻസ് വെൻ ദ ലിക്വിഡ് വാക്സ് ഈസ് കൂൾഡ്. വാക്സിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് എന്തോന്നാണ്? ലിക്വിഡ്. സോളിഡ് വാക്സിനെ ചൂടാക്കുമ്പോൾ വാക്സ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. നോക്കൂ, ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ, എന്ത് സംഭവിക്കും? മെഴുക് ഉരുകും, ഇല്ലേ? പാത്രത്തിൽ ഉണ്ടാകുന്ന ദ്രാവകത്തെ അല്പസമയം തണുപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തോ ചെയ്യും? വീണ്ടും മെഴുകായിട്ട് മാറും. അപ്പോൾ സോളിഡ് വാക്സ് ചൂടാക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് വാക്സ് ആയിട്ട് മാറുന്നു, ലിക്വിഡ് വാക്സിനെ തണുപ്പിക്കുമ്പോഴത്തേക്ക് അത് സോളിഡ് വാക്സ് ആയിട്ട് മാറുന്നു.
അല്ലെ? മെഴുകിനെ ചൂടാക്കി എന്തോന്നാക്കി മാറ്റുന്നു? മെഴുക് ഉരുകിയ ഒരവസ്ഥ ദ്രാവകത്തിലോട്ട് മാറ്റുന്നു. അതിനെ തണുപ്പിക്കുമ്പോഴത്തേക്ക് അതെന്തോന്നായി? മെഴുക് ഖരാവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കാണാം. എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ? കടലാസ് കത്തി എന്തോന്ന് ചാരമായി പോയാൽ ആ വീണ്ടും നമുക്ക് കടലാസ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഡു ആൾ ചേഞ്ചസ് ഒക്കർ ഇൻ അറ്റ് ദ സെയിം സ്പീഡ്? എല്ലാ ചേഞ്ചസും ഒരേ സ്പീഡിലാണോ നടക്കുന്നത്? അല്ല. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ടൈം ടേക്കൺ ഫോർ ദ ജനറേഷൻ ഓഫ് എ പീ സീഡ്? ഒരു പീ സീഡ് അത് പൊടിച്ചു വരണമെങ്കിൽ എത്ര സമയം? ഒരു പയർ വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? അത് കുറെ ദിവസം കഴിഞ്ഞ് തന്നെ മുളയ്ക്കുള്ളൂ അല്ലേ? ഒരു അത് വളർന്ന് ഒരു പൂവിടാനോ എത്ര നാളുകൾ വേണ്ടി വരും? ഒരുപാട് ദിവസം വേണ്ടി വരും. എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ തന്നല്ലോ. ലൈറ്റ് ഓഫ് ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നതും പിന്നെ എന്തോന്നാണ് ക്രാക്കേഴ്സ് പൊട്ടുന്നതും എല്ലാം പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനമാണ്. ഒരു ചെടി വളർന്നു വരാൻ കുറെ സമയം എടുക്കും. എന്നാൽ അടുപ്പ് കത്തിച്ച് ഗ്യാസ് കത്തിക്കുന്നതും പടക്കം പൊട്ടുന്നതും ഒക്കെ പെട്ടെന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ പതുക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ട്, സ്പീഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഉണ്ട്. നോക്കാം. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. സ്ലോ ചേഞ്ചസ് ഏതൊക്കെയാണ്, ഫാസ്റ്റ് ചേഞ്ചസ് അതൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതുക. ഒന്ന്, റെസ്റ്റിംഗ് ഓഫ് അയൺ, ഗ്രോയിങ് പ്ലാന്റ്സ്, എറോഷൻ, ഫോർമേഷൻ ഓഫ് മൗണ്ടൻസ്, കുക്കിംഗ് ഫുഡ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ചെടികളുടെ വളർച്ച, മണ്ണ് ഇടിഞ്ഞു വീഴുന്ന അത് താഴ്വരയാക്കുന്നത്, പർവ്വതമായിട്ട് മാറുന്നത്, ഭക്ഷണം വേവിക്കാനൊക്കെ, അതൊക്കെ എന്തോന്നാണ്? സ്ലോ ചേഞ്ചസ് ആണ്. ഫാസ്റ്റ് ചേഞ്ചസിന് എന്തോന്ന് പറയാം? ബേസ്റ്റിംഗ് ഓഫ് ബലൂൺ പൊട്ടുന്നത്, പിന്നെ മിന്നൽ ഉണ്ടാകുന്നത്, ലൈറ്റനിങ്, കട്ടിംഗ് പേപ്പർ കട്ട് ചെയ്യുന്നത്, ബോയിലിംഗ് വാട്ടർ വെള്ളം തിളയ്ക്കുന്നത്, മെൽറ്റിംഗ് ഓഫ് ഐസ് ഉരുകുന്നത്, ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്? ഭൗതിക മാറ്റവും രാസമാറ്റവും എന്താണെന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുള്ളതാണ്. എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബേണിംഗ് ഓഫ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് മെൽറ്റിംഗ് ഓഫ് wax? Do the chemical properties of wax changes when it melts? What happens? The piece of paper burns. Burning of paper is chemical changes. Melting of wax is physical changes. അപ്പൊ എന്തോന്നാണ്? കടലാസ് കത്തുന്നതും മെഴുക് ഉരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെഴുക് ഉരുകുമ്പോൾ അതിന്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. കടലാസ് കത്തുമ്പോഴോ അതിന്റെ രാസ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നുണ്ട്. മെഴുക് ഉരുകുന്നതെന്ന് പറയുന്നത് ഒരു ഭൗതിക മാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണ്. അതായത് രാസമാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പെർമനന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഭൗതിക മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്തോന്നാണ്? ടെമ്പററി ചേഞ്ചസ് ആണ്. അതിനെ നമുക്ക് വീണ്ടും ആ വസ്തുവാക്കി മാറ്റാൻ കഴിയും. അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ചസ്, എന്താണ് കെമിക്കൽ ചേഞ്ചസ്? നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൽ എന്തോന്നാണ്? ഒരു പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഒൺലി ദ മോളിക്കുലർ അറേഞ്ച്മെന്റ്സ് ചേഞ്ചസ്. മോളിക്കുലറിലെ അറേഞ്ച്മെന്റ്സിൽ മാത്രം ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് എന്തോന്ന് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് എന്തോന്ന് പറയാം? നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചസിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. ഓൺലി ദ മോളിക്കുലർ അറേഞ്ച്മെന്റ്സ് ചേഞ്ചസ്. മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ചസ് സബ്സ്റ്റൻസ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു അനദർ ഓൺ. എന്നാൽ കെമിക്കൽ ചേഞ്ചസിൽ വരുമ്പോഴത്തേക്ക് എന്തോന്നാണ്? സബ്സ്റ്റൻസ് വേറെ ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെന്തോന്ന് പറയാം? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയാം. ഓക്കെ. കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ് മനസ്സിലായ? ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിൽ പദാർത്ഥങ്ങളുടെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് ഭൗതിക മാറ്റത്തിൽ. എന്നാൽ രാസമാറ്റത്തിൽ വരുമ്പോഴത്തേക്ക് എന്തോന്നാണ്? രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുകയാണ് ചെയ്യുന്നത്. അത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഈ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇത് പഠിക്കാനുള്ള. അടുത്ത് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ടു ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമ്മൾ ഈ തന്നിരിക്കുന്ന കുറെ ചേഞ്ചസ് തന്നിട്ടുണ്ട്, അതിനെ ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ആയിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യത്തേത് കർഡിംഗ് ഓഫ് മിൽക്ക്, പാൽ തൈരാകുന്നത്. അതെന്തോന്ന് മാറ്റമാണ്?
കെമിക്കൽ ചേഞ്ചസ് ആണ്, രാസമാറ്റമാണ്. എന്തോന്നാണ്? കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ്. മെഴുക് ഉരുകുന്നത്. മെഴുക് ഉരുകുന്നത് എന്തോന്നാണ്? ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ചസ്. എന്തോന്നാണ്? പാൽ തൈരാകുന്നത് രാസമാറ്റം, മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റം. അടുത്ത് ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ, മെഴുകുതിരി കത്തുന്നത്, അത് രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചസ് ആണ്. ഫോർമേഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ. മെൽറ്റിംഗ് ഓഫ് റൈസ്, ഐസ് ഉരുകുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. പിന്നെന്തോന്നാണ്? ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത്, അത് ഫിസിക്കൽ ചേഞ്ചസ്. ഓഫ് അയോൺസ് എന്തോന്നാണ്? കെമിക്കൽ ചേഞ്ചസ്. ബേണിംഗ് ഓഫ് ഫയർവുഡ്, കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ. എന്താണ്? പാൽ തൈരാകുന്നത് രാസമാറ്റമാണ്. പാൽ തൈരായിട്ട് മാറുകയാണെങ്കിൽ അതെന്തോന്നാണ്? പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, പുതിയൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ തൈരിനെ വീണ്ടും നമുക്ക് പാലാക്കാൻ കഴിയുകയില്ല. പിന്നെ ജലം ഐസാകുന്നത് എന്തോന്നാണ്? ഭൗതിക മാറ്റമാണ്. ആ ഐസിനെ നമുക്ക് വീണ്ടും ജലമാക്കി മാറ്റാൻ കഴിയും. ഐസ് ഉരുകുന്നത് സെയിം അതുപോലെ തന്നെ എന്തോന്നാണ്? ഭൗതിക മാറ്റമാണ്. ഉരുകുന്ന ഐസിനെ നമുക്ക് വീണ്ടും ജലമാക്കി മാറ്റാൻ പറ്റും, ആ ജലത്തിനെ വീണ്ടും ഐസാക്കി മാറ്റാൻ പറ്റും. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത്, അത് ഒരു ഭൗതിക മാറ്റമാണ്. ആ ജലത്തിനെ നമുക്ക് വീണ്ടും വറ്റിച്ചെടുത്താൽ ഉപ്പ് കിട്ടും. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, അതൊരു രാസമാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിച്ചു കഴിഞ്ഞാൽ ആ തുരുമ്പിച്ച ഇരുമ്പിനെ നമുക്ക് ഇരുമ്പാക്കി മാറ്റാൻ കഴിയില്ല. വിറക് കത്തുന്നത് ഒരു രാസമാറ്റമാണ്. ആ വിറക് കത്തിക്കഴിഞ്ഞ് അത് ചാരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. കെമിക്കൽ ചേഞ്ചസ് ഏതാണ്? കർഡിങ് ഓഫ് മിൽക്ക്, ബേണിംഗ് ഓഫ് കാൻഡിൽ, റസ്റ്റിംഗ് ഓഫ് അയൺ, ബേണിംഗ് ഓഫ് ഫയർവുഡ്. ഫിസിക്കൽ ചേഞ്ചസിന് മെൽറ്റിംഗ് ഓഫ് വാക്സ്, ഫോർമേഷൻ ഓഫ് ഐസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ. അപ്പൊ രാസമാറ്റത്തിന് ഏതൊക്കെ പറയാം? പാൽ തൈരാകുന്നത്, മെഴുകുതിരി കത്തുന്നത്, ഇരുമ്പ് തുരുപ്പിക്കുന്നത്, വിറക് കത്തുന്നത്. ഭൗതിക മാറ്റത്തിന് ഏതൊക്കെ പറയാം? മെഴുക് ഉരുകുന്നത്, ജല ഐസാകുന്നത്, ഐസ് ഉരുകുന്നത് ഒക്കെ. പിന്നെന്തോന്നാണ്? ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത്. ഇതൊക്കെ ഭൗതിക മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക, എന്ത് സംഭവിക്കുന്നു? ഐസ് ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് ജലമായിട്ട് മാറും അല്ലേ? ചൂടാക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കും? അത് തിളച്ച് എന്തോന്നായിട്ട് മാറും? നീരാവിയായിട്ട് മാറും അല്ലേ? വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ്? അപ്പോൾ ടേക്ക് സം ഐസ് ഇൻ ബൗൾ ആൻഡ് ഹീറ്റ് ഇറ്റ്. വാട്ട് ഹാപ്പൻസ് ഇൻ ഹീറ്റ് ഈസ് കണ്ടിന്യൂഡ്? വാട്ടർ ബോയിൽസ് ആൻഡ് വാട്ടർ വേപ്പർ ഈസ് ഫോംഡ്. ആദ്യം ഐസിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അതെന്തോന്നായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. പിന്നെ ചൂടാക്കുമ്പോഴത്തേക്ക് അതെന്തോന്നായിട്ട് മാറും? വാട്ടർ വേപ്പറായിട്ട് മാറും. അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്തോന്നാണ്? 3 അറേഞ്ച്മെന്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ. ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണബലം, കണികകളുടെ ചലന വേഗത, ഊർജ്ജം എന്നിവയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്, ബാക്കി നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോളിഡിലാവുമ്പോഴത്തേക്ക് വെരി ക്ലോസ്, പാർട്ടിക്കിൾസ് അടുക്കിയാണ് ചേർന്നാണ് ഇരിക്കുന്നത് സോളിഡിൽ. ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടെ അകലം ഉണ്ടാവും. എന്നാൽ വാതകത്തിലാവുമ്പോഴത്തേക്ക് വളരെ അകലത്തിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോളിഡിലാവുമ്പോൾ എല്ലാ കണികകളും അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് ആകർഷണം ശക്തമായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. പിന്നെ ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആകർഷണം കുറവായിരിക്കും. എന്നാൽ ഗ്യാസിൽ വരുമ്പോഴത്തേക്ക് ആകർഷണം തീരെ കുറവായിരിക്കും. എന്നാൽ ഈ ഗ്യാസിനേക്കാളും കൂടുതൽ ഒരാകർഷണം ലിക്വിഡിൽ ഉണ്ടാകും. അടുത്ത സ്പീഡ് ഓഫ് മൂവ്മെന്റ്. ഇതില് ഫസ്റ്റിലത്തത് വെരി സ്ലോ സ്പീഡ്, ചലിക്കാൻ കഴിയില്ല, എല്ലാം തിക്കി തിരക്കിയല്ലേ ഇതിലെ കണികകൾ ഇരിക്കുന്നത്, അതുകൊണ്ട് ചലിക്കാൻ പ്രയാസമായിരിക്കും. അടുത്ത് വരുമ്പോഴത്തേക്ക് ലിക്വിഡിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ചലന സ്വാതന്ത്ര്യം ഉണ്ടാവും. ഗ്യാസിൽ വരുമ്പോൾ വളരെയധികം
ചലന സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇനി എനർജി ഓഫ് പാർട്ടിക്കിൾസിൽ എനർജി കുറവായിരിക്കും. അതിൽ വരുമ്പോഴത്തേക്ക് സോളിഡിൽ വരുമ്പോഴത്തേക്ക് എനർജി കുറവായിരിക്കും. പിന്നെ ലിക്വിഡിൽ വരുമ്പോഴത്തേക്ക് സോളിഡിനേക്കാളും കുറച്ചുകൂടെ എനർജി ലിക്വിഡിലുണ്ടാവും. ഏറ്റവും കൂടുതൽ എനർജി കൂടുതലുള്ളത് ഏതിലായിരിക്കും? ഗ്യാസിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അത് ഇത്രയും. അടുത്ത് നോക്കാം. We have seen that particles are very close to each other in solid state. Solid stateൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തായിരിക്കും കാണുന്നത്. What happens to the distance between particles and energy of particles when solid are heated? സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസ്. ചൂടാക്കുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസുകളുടെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. എനർജി ഓഫ് പാർട്ടിക്കിൾസ് അതും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഖരാവസ്ഥയിൽ കണികകൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായാൽ ഖരവസ്തുവിനെ ചൂടാക്കും എന്ന് കരുതുക. കണികകൾ തമ്മിലുള്ള അകലത്തിലും കണികകൾ തമ്മിലുള്ള ഊർജത്തിനും എന്താണ് സംഭവിക്കുക? രണ്ടും കൂടും. കണികൾ തമ്മിലുള്ള അകലവും കൂടും, കണികൾ തമ്മിലുള്ള ഊർജവും കൂടും. ഓക്കെ, അടുത്ത് നോക്കാം. സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സോളിഡ് ലിക്വിഡായി മാറുന്നു. ലിക്വിഡിനെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്യാസ് ആയിട്ട് മാറുന്നു. നമുക്ക് ജലത്തിന്റെ കാര്യം തന്നെ എടുക്കാം. വെള്ളത്തിനെ ചൂടാക്കും. ഇപ്പൊ ഐസിനെ ചൂടാക്കുമ്പോഴത്തേക്ക് അത് നേരെ എന്തോ ആയിട്ട് മാറുന്നു? വെള്ളമായിട്ട് മാറുന്നു, വാട്ടറായിട്ട് മാറുന്നു. അത് ലിക്വിഡ് അല്ലേ? അതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ അത് എന്തോന്നായിട്ട് മാറുകയാണ്? ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത, when liquid heated gradually they became gases. What happened when gas is cooled? ഗ്യാസിനെ തണുപ്പിക്കുമ്പോൾ എന്തായി മാറുകയാണ് ചെയ്യുന്നത്? ഗ്യാസിനെ തണുപ്പിക്കുമ്പോഴത്തേക്ക് അത് ലിക്വിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ലിബറേറ്റ്സ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? ഖരത്തിനെ ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് ദ്രാവകമായിട്ട് മാറുന്നു. അതിനെ വീണ്ടും ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് വാതകമായിട്ട് മാറുന്നു. വാട്ടർ തന്നെ എടുക്കാം നമുക്ക്. ദ്രാവകത്തെ തണുപ്പിച്ച ഈ വാതകത്തെ തണുപ്പിച്ചാൽ എന്തായി മാറുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. ചൂട് പുറത്തേക്ക് വിട്ടിട്ട് അതെന്തോന്നായിട്ട് മാറുന്നു? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത, ലിക്വിഡിനെ വീണ്ടും ലിബറേറ്റ് ചെയ്ത് താപം പുറത്തുവിട്ട് എന്തോന്നാണ്? ദ്രാവകം എന്തോന്നായിട്ട് മാറുന്നു? ദ്രാവകത്തിനെ നമുക്ക് സോളിഡ് ആക്കി മാറ്റാൻ കഴിയും. ലിബറേറ്റ് ഹീറ്റ്, താപം പുറത്തു വിട്ടിട്ട് അതിനെ തണുപ്പിക്കുമ്പോഴത്തേക്ക് അതെന്തോന്നാണ്? ലിക്വിഡിനെ നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും സോളിഡ് ആയിട്ട് മാറുന്നു. താപം പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക. അപ്പൊ ദ്രാവകത്തെ വീണ്ടും തണുപ്പിച്ചാൽ അതെന്തായി മാറുന്നു? ഖരമായി മാറുന്നു. അത്രയും കാര്യങ്ങൾ മനസ്സിലായ? ലിക്വിഡിനെ കൂൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്നായി മാറുന്നു? അത് സോളിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ കർപ്പൂരം, നാഫ്തലിൻ അതായത് പാറ്റ ഗുളിക തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നു. ഇതിനെ ഉത്പതനം എന്ന് പറയുന്നു. അതായത് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളില് എന്തോന്നാണ്? ഖരവസ്തുക്കൾ ഡയറക്റ്റ് ആയിട്ട് വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രക്രിയ, ആ ഒരു പ്രക്രിയക്കാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സോളിഡ് സബ്സ്റ്റൻസ് ലൈക്ക് camphor and naphthalene are when heated directly changes to gas. Solid substances directly changes to gas. This is known as sublimation. എക്സാമ്പിൾ ഏതൊക്കെ പറയാ? ക്യാംഫറും നാഫ്തലിനും അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. സോളിഡിനെ, ഖരവസ്തുക്കളെ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് എന്തോന്നായി മാറുന്നു? വാതകമായി മാറുന്നു. ഈ പ്രവർത്തനത്തിനാണ് എന്തോന്ന് പറയുന്നത്? ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യാംഫർ ആൻഡ് നാഫ്തലിൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ കാര്യങ്ങൾ തന്നെ കുറച്ച് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് the changes of substances from one physical state into another is known as change of state. അതായത് ഒരു അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിന് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നു. അപ്പൊ വാട്ട് ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് അനദർ സ്റ്റേറ്റിലോട്ട് മാറുന്നത്. ചേഞ്ച് ഇൻ ദ സബ്സ്റ്റൻസസ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻറ്റു അനദർ ഈസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിന് എന്തോന്ന് പറയുന്നു? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. അവസ്ഥാ പരിവർത്തനം ഭൗതികമാണോ
രാസമാറ്റമാണോ, ഭൗതിക മാറ്റമാണോ, രാസമാറ്റമാണോ എന്ന്? അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഒരു ചേഞ്ച് വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റ് ഡ്യൂറിംഗ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അവസ്ഥ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത്? നമുക്ക് ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ മാറ്റർ ഗെയിൻസ് എനർജി മൂവ് ദ ഹയർ സ്റ്റേറ്റ്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യണമെങ്കിൽ മാറ്റർ ലോസസ് എനർജി മൂവ് ലോവർ സ്റ്റേറ്റ്. ഇതിന്ന് മനസ്സിലാക്കാം. സോളിഡ്, ലിക്വിഡ്, പിന്നെ ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നിൽ നിന്ന് മാറ്റർ ഗെയിൻസ് എനർജി ടു മൂവ് ഹയർ സ്റ്റേറ്റ്, എനർജി കൂടിയതിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്, അതായത് എനർജി കുറഞ്ഞ് ലോസ് ചെയ്ത് എനർജി ലോവർ സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. മനസ്സിലായ? ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്നാണ് സംഭവിക്കുന്നത്? എനർജി ഗെയിൻ ചെയ്ത് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഗ്യാസിലല്ലേ, ഗ്യാസിലോട്ട് മാറാണ് ചെയ്യുന്നത്. ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോന്നാണ് സംഭവിക്കുന്നത്? എനർജി ലോസ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ലോസ് ആയിട്ടുള്ള സോളിഡിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഹൗ ഡസ് വാട്ടർ ചേഞ്ചസ് ടു ഐസ് ഇൻ ദ ഫ്രീസർ? എങ്ങനെയാണ് വെള്ളം ഫ്രീസറിൽ വെച്ചാൽ തണുത്ത ഐസായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? വെൻ വാട്ടർ ഈസ് കെപ്റ്റ് ഇൻ ഫ്രീസർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ബിലോ 0 ഡിഗ്രി. നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെന്നുള്ളത്. ആസ് വാട്ടർ കൂൾസ് ഡൗൺ പാർട്ടിക്കിൾസ് ലോസ് എനർജി ആൻഡ് മൂവ് മോർ സ്ലോലി. കൂൾ ആവുമ്പോഴത്തേക്ക് എന്തോന്ന് സംഭവിക്കും? കണങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെട്ട് അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലേ? ദ പാർട്ടിക്കിൾസ് കെയിം ക്ലോസർ ടുഗദർ ടു അറേഞ്ച്മെന്റ് ഈസ് ഫിക്സഡ് സോളിഡ് പാറ്റേൺ. എന്നിട്ട് എന്തോന്ന് ചെയ്യും? ഈ പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ് ചെയ്ത് അടുത്തടുത്ത് വന്നിട്ട് അതെന്തോ ഫിക്സ് ആയിട്ട് സോളിഡ് പാറ്റേണിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ടർ ബിക്കംസ് എ സോളിഡ് ഐസ് ആയിട്ട് മാറുന്നു, അല്ലെ? ഈ പ്രക്രിയ വെള്ള ഐസായി മാറുകയാണ് ചെയ്യുന്നത്. അകലം കുറഞ്ഞ് അതെല്ലാം കൂടെ ചേർന്ന് വന്ന് അത് ഐസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഫ്രീസറിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൽ തന്നിട്ടുണ്ട് സോളിഡിനെ ഹീറ്റ് അബ്സോർവ് ചെയ്ത് ലിക്വിഡായി മാറുന്നു, ലിക്വിഡ് വീണ്ടും ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇനി നേരെ ഹീറ്റ് തണുപ്പിച്ച് ഗ്യാസിനെ ലിബറേറ്റ് ഹീറ്റ് പുറത്തേക്ക് വിട്ടിട്ട് തണുപ്പിക്കുമ്പോൾ എന്തോ ലിക്വിഡായിട്ട് മാറുന്നു. അതിനെ വീണ്ടും തണുപ്പിക്കുമ്പോഴത്തേക്ക് എന്തോന്നായി മാറാണ്? സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ വാട്ടറിന്റെ കാര്യം മാത്രം എടുത്താൽ മതി. ഐസിനെ ചൂടാക്കുമ്പോഴത്തേക്ക് വെള്ളമായിട്ട് മാറുന്നു. ആ വെള്ളം വീണ്ടും ചൂടാക്കുമ്പോഴത്തേക്ക് എന്തോന്നായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ, ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ വാട്ടർ വേപ്പറിനെ വീണ്ടും നമ്മൾ തണുപ്പിക്കുമ്പോഴത്തേക്ക് ലിക്വിഡ് ആയിട്ട് വരുന്നു. അതിനെ വീണ്ടും തണുപ്പിക്കുമ്പോഴത്തേക്ക് എന്തോന്നായിട്ട് വരുന്നു? സോളിഡ് ആയിട്ട് വരുന്നു. ആ ഒരു പ്രവർത്തനമാണ് ഈ നടക്കുന്നത്. ഈ ഇത്രയും കാര്യം ഓർത്താൽ മതി, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖരം താപം ആഗിരണം ചെയ്ത് ദ്രാവകമായി മാറുന്നു, ദ്രാവകം താപം ആഗിരണം ചെയ്ത് വാതകമായിട്ട് മാറുന്നു. ഇനി താപം പുറത്തേക്ക് വിട്ട്, അതായത് തണുപ്പിച്ച് ഇത് ദ്രാവകമായിട്ട് വരുന്നു, വീണ്ടും താപം പുറത്ത് വിട്ട്, അതായത് വീണ്ടും തണുത്ത് അതെന്തോന്നായിട്ട് മാറുന്നു? ഖരമായിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിനു മുമ്പ് എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ ആൾ സബ്സ്റ്റൻസസ് ഇൻ യൂണിവേഴ്സ് ആർ മേഡ് ഓഫ് മാറ്റർ. എല്ലാ സബ്സ്റ്റൻസിൽ, പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അത് പഠിക്കാനുള്ളതാണ്. വാട്ട് ഈസ് അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഒന്ന് എന്തോന്നാണ്? ദാറ്റ് ഓക്കുപൈ സ്പേസ്. വാട്ട് ഈസ് വോളിയം? ദ സ്പേസ് ഓക്കുപൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. അപ്പോൾ മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഓക്കുപൈ സ്പേസ്. വാട്ട് ഈസ് വോളിയം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ദ സ്പേസ് ഓക്കുപൈഡ് ബൈ മാറ്റർ ഈസ് കാൾഡ് വോളിയം. അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. മാറ്റർ ഹാസ് മാസ്. അടുത്ത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മാറ്ററിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാറ്റേഴ്സ് ഉണ്ട്. അത് രണ്ടാമത്തെ പ്രത്യേകതയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങള്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, ദ്രവ്യത്തിന് മാസ് ഉണ്ട്. ഇത് രണ്ടും മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പം മാസ് ഓഫ് എ സബ്സ്റ്റൻസസ് ഈസ് എ മെഷർ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻസ് ഇറ്റ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെ അതിന്റെ മാസ് എന്ന് പറയുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട്
നോക്കാം. എന്തോന്നാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം, ആവശ്യമുള്ളതും മാസമുള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് പറയുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായതും മാസമുള്ളതുമായ ഏതിനേയും ദ്രവ്യം എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഓക്കുപൈ സ്പേസ് ആൻഡ് മാസ്. ഓക്കുപൈ സ്പേസ് ആൻഡ് മാസ് ഈസ് കാൾഡ് മാറ്റർ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പിന്നെ നമ്മൾ സ്റ്റേറ്റ്സ് മാറ്ററിനെ 4 ആയിട്ട് തിരിച്ചു: ഖരം, ദ്രാവകം, വാതകം, പിന്നെ എന്തോന്നാണ്? പ്ലാസ്മ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. അതിന് പ്ലാസ്മയ്ക്ക് എക്സാമ്പിൾ എന്തോന്ന് പറയാം? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടീസ് അത് പഠിക്കണം. എന്തോന്നാണ്? സോളിഡിന്റെ, ലിക്വിഡിന്റെയും ഒക്കെ പ്രോപ്പർട്ടീസ്. പിന്നെ സ്ലോ ചേഞ്ചസ്, ഫാസ്റ്റ് ചേഞ്ചസ് അത് നോക്കണം. സ്ലോ ചേഞ്ചസ്, ഫാസ്റ്റ് ചേഞ്ചസ് നോക്കണം. പിന്നെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ചസ്. ഓൺലി ദ മോളിക്കുലർ അറേഞ്ച്മെന്റ്സ് ചേഞ്ചസ്, അത് ഫിസിക്കൽ ചേഞ്ചസിൽ. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച് എ സബ്സ്റ്റൻസ് ഈസ് കൺവെർട്ടഡ് ഇൻ ടു അനദർ വൺ, ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അതിലെ തന്മാത്രകളുടെ ക്രമീകരണത്തിൽ മാത്രം വ്യത്യാസപ്പെടുന്നു. രാസമാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായി മറ്റൊരു പദാർത്ഥമായി മാറുന്നു, തന്മാത്രകൾ, പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഓക്കെ, അത് പഠിക്കണം. പിന്നെ ഇതിന് എക്സാമ്പിൾസ്, കെമിക്കൽ ചേഞ്ചസിനും ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾസ് നോക്കണം. പിന്നെന്താണ്? ഇതിലെ പ്രോപ്പർട്ടീസ് അത് നോക്കണം. വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകമായി മാറുന്നതിനെ സബ്ലിമേഷൻ എന്ന് പറയുന്നു. ഉത്പതനം എന്ന് പറയുന്നു. ഏതൊക്കെ എക്സാമ്പിൾ പറയാം? ക്യാമ്പർ ആൻഡ് നാഫ്തലി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്നത് ഈ ഒരു ഇതും കൂടെ നോക്കി വെച്ചേക്കുക. ഇത്രയാണ് ഈ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നോട്ട് ഞാൻ പിന്നെ തരുന്നതായിരിക്കും. ഇതെല്ലാം നോക്കി ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.